ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂ SRT സീരീസിലെ ഏറ്റവും പുതിയ ക്ലാസ്സിലാണ് നമ്മളിന്നുള്ളത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 നിന്നുള്ള മറ്റൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ നാടറിയാം എന്നതാണ് കേട്ടോ. നാടറിയാം എന്ന 8ാമത്തെ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയും അതോടൊപ്പം വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതാ ശകലവും തന്നിട്ടുണ്ട്. നമുക്കത് നോക്കുകയാണെങ്കിൽ, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ്. ഒന്നാമത് ഇവിടെ കേരളത്തിൻ്റെ മനോഹാരിതയാണ് വർണ്ണിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് ഇത് മലയാളത്തിൽ ചോദിച്ചേക്കാം. വരികൾ തന്നിട്ട് ഏത് രചയിതാവിൻ്റെ ഏത് രചനയിൽ നിന്നുള്ള ഏത് കവിയുടെ വരികളാണ് ഇത് എന്നും ചോദിച്ചേക്കാം. വരികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഈ വരികളുടെ ആശയം നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സൗന്ദര്യമാണ് വർണ്ണിച്ചിട്ടുള്ളത്. കിഴക്ക് ദിശയിൽ, ഞാനിവിടെ അടിവരയിട്ട് കഴിഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നോ? സഹ്യനിൽ, മണൽത്തിട്ട, കുമാരി, ഗോകർണേശൻ. എന്താണ് ഈ വരികളുടെ അർത്ഥം പറയുന്നത്? കിഴക്ക് ദിശയിൽ പച്ച വിരിച്ച സഹ്യനിൽ, സഹ്യൻ സഹ്യപർവ്വതത്തിൽ തലവെച്ചും പടിഞ്ഞാറ് ഭാഗത്ത് നീണ്ടു കിടക്കുന്ന മണൽത്തിട്ട, കടൽ തീരത്തിലെ മണൽത്തിട്ടകളിൽ കാൽപാദങ്ങൾ വെച്ചും വടക്ക് ഭാഗത്ത് ഗോകർണത്തിലും തെക്ക് ഭാഗത്ത് കന്യാകുമാരിയിലും ഇരു കൈകളും നീട്ടിവെച്ചിറങ്ങുന്ന കേരള മാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളാണ് ഇത്. ഇതിൽ നിന്ന് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും മനോഹാരിതയും നമുക്ക് മനസ്സിലായി. താഴെ തന്നിട്ടുണ്ട്, കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖയാണ്. നമ്മൾ മാപ്പിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് പറഞ്ഞത്. തുടർന്ന് നമുക്കൊരു ഉദാഹരണം പോലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ തന്നിട്ടുണ്ട്. അതൊന്ന് നിരീക്ഷിക്കാൻ. വാണിയംകുളം എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖയാണ് തന്നിട്ടുള്ളത്. അതിർത്തിയൊക്കെ ഇവിടെ നിശ്ചിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നദി ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ പാതയുണ്ട്, പഞ്ചായത്തിൻ്റെ അതിർത്തി, ജില്ലാ അതിർത്തി, ഇവയെല്ലാം കൃത്യമായി തന്നിട്ടുണ്ട്. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. കുന്നുകളുമുണ്ട്, നിരപ്പാർന്ന പ്രദേശങ്ങളുമുണ്ട്. രൂപരേഖയിൽ കാണുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ്? നദി ഏതാണ് തന്നിട്ടുള്ളത്? ഭാരതപ്പുഴയാണ് ഇതിൽ കാണപ്പെടുന്ന നദി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി പോകുന്ന ഗതാഗത മാർഗം ഏതാ? ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഏതാണ്? റെയിൽവേ ആണ്. റെയിൽവേ ഗതാഗത മാർഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു? ഭാരതപ്പുഴയുടെ തീരത്തുള്ള വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് ഒന്നാമത്തെ പോയിന്റ്. നദിയിലെ വെള്ളം കൃഷിക്ക് പ്രധാനമായൊരു ജലസ്രോതസ്സാണ്. അതുപോലെ നെല്ല്, പയർവർഗ്ഗങ്ങൾ, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് നല്ല വിളവും ലഭിക്കും. ഇനി ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ ഭാരതപ്പുഴയിൽ നിന്നുള്ള, അതായത് നദീതീരങ്ങളിൽ ലഭ്യമായിട്ടുള്ള ജലസസ്യങ്ങൾ, ചെറു ജലജീവികൾ, ഇവയൊക്കെ തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ ഭക്ഷണ രീതിയെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പോൾ ഭക്ഷണ രീതിയായി, കൃഷിയായി. ഇനി അതുപോലെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയൊക്കെ പ്രധാന ഭക്ഷണമാകുമ്പോൾ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതും പ്രധാനമായി തന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഗതാഗതത്തിലേക്ക് നോക്കുമ്പോൾ പഴയ കാലത്ത് ഭാരതപ്പുഴ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിനും അതുപോലെ തന്നെ
ഒരു വ്യാപാര ബന്ധം നിലനിർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ചെറു തോണികൾ, ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്ന രീതി, നദിക്കരയിലെ പാതകൾ വഴി ഗ്രാമങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന രീതി, ഇവയെല്ലാം ഭാരതപ്പുഴ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ ഈ ഒരു നദി കാരണം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ജീവിത രീതിക്കും ഏറെ മുൻപോട്ട് തന്നെയാണ് നയിക്കുന്നത്. ജീവിത രീതിയെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതപ്പുഴ എത്രത്തോളം രീതികളിൽ സഹായിക്കുന്നു. ഭാരതപ്പുഴ മാത്രമല്ല, നദീതീര പട്ടണങ്ങൾ വളർച്ച പ്രാപിച്ച ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത് ഒരു പ്രദേശത്തിൻ്റെ, കേവലം ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പഠിക്കാനാണ് ഇനി പോകുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ നേരത്തെ പഠിച്ച വരികളിൽ നിന്ന് മനസ്സിലാക്കിയത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഏതാണ്ട് ഒരു ആശയമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂപടമാണ് തന്നിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഷേപ്പ്, അതിന് താഴെ സൂചിക തന്നിട്ടുണ്ട്. തോത് നോക്കുകയാണെങ്കിൽ തീരപ്രദേശം, ഇടനാട്, മലനാട് എന്നിങ്ങനെ 3 സവിശേഷതകളായിട്ടാണ് കേരളത്തെ തിരിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അളവാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട് കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാ? തീരപ്രദേശം, ഇടനാട്, മലനാട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം തവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ്. 7.5 മീറ്ററിൽ താഴെയാണ് തീരപ്രദേശം. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളതാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട് വരുന്നത്. മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിലാണ് വരുന്നത്. അപ്പം ഈ ഒരു വ്യത്യസ്തത ഉള്ള ഈ ഒരു ഭൂപ്രകൃതിയുടെ ഉയരം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നാണ്. അത് തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് എവിടെയാണ് വരുന്നത്? എവിടെയായിട്ടല്ലേ? ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? തീരപ്രദേശമാണ് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സൂചികയിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. ഇടനാടിന് റെഡ് കളറും മലനാടിന് ഗ്രീൻ കളറും ആണ് വേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ്. ഇത് വായിക്കുമ്പോൾ ഏകദേശം സൂചിക വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കി അടുത്ത് നോക്കാം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് മലനാടാണ്. മലനാട്. അപ്പോൾ ഏകദേശം നമുക്ക് ഭൂപ്രകൃതി വിഭാഗത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മലനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം ഏതാണ്? നമ്മൾ കണ്ടല്ലോ, ഇതാണ് മലനാട് വരുന്നത്. 75 മീറ്ററിന് മുകളിലാണ് മലനാട്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഇത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉദ്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇതിലെ ഓരോ വരികളും ശ്രദ്ധിക്കണം, കാരണം ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായി തന്നിട്ട് ഇത് ഏത് ഭൂപ്രകൃതി വിഭാഗമാണ് എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, അടുത്തത് ഇടനാട്. ഇടനാടിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം വരുന്നത്. അപ്പോൾ ഭൂപ്രകൃതിയിൽ വന്ന വ്യത്യാസവും നമ്മൾ കണ്ടു. ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട്. ഇതിൽ മലനാട് പ്രദേശത്ത് വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ജില്ലയിലെയും വ്യത്യസ്ത ഭൂപ്രകൃതിക്ക് കാരണം എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണ്. നമുക്ക് കാലാവസ്ഥ, കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് അടുത്തത് നോക്കാനുള്ളത്.
ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. രണ്ടാമത്തേത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഏറ്റവും കൂടുതൽ മഴയുടെ ഭാഗം ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷത്തിലാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക് ആശ്വാസം നൽകുന്നു. മൺസൂണിനെ കുറിച്ചും നൽകിയിട്ടുണ്ട്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. ഇവയുടെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, കടലിൽ നിന്നും വീശുന്ന ഇവയ്ക്ക് ഈർപ്പം ധാരാളമായുണ്ട്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നതിന്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്കു കിഴക്കു നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്തിന് ജലത്തിന്റെ ലഭ്യത കുറവാവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ ആ മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്, അതായത് കാലവർഷത്തിലാണ്. എന്തുകൊണ്ടാണ് തുലാവർഷത്തിൽ അങ്ങനെ അല്ലാത്തത് എന്ന് മനസ്സിലായല്ലോ. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ ഒരു മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നത്. നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുമാണ് വരുന്നത്. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന പേര് ലഭിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാകുന്നു. ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാകുന്നു. ഈ മഴക്കാലമാണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ മണ്ണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് മണ്ണേ നമ്പിയിലേലയ്യ എന്നത്. നോക്കിയാൽ മതി. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണിത്. ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രധാനപ്പെട്ടതാണ് മണ്ണ് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. ഈ വരികളിൽ നിന്ന് മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ: ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ എന്നറിയപ്പെടുന്നു. ചെമ്മണ്ണ് റെഡ് സോയിൽ, എക്കൽ മണ്ണ് അല്ലൂവിയൽ സോയിൽ, വനമണ്ണ് ഫോറസ്റ്റ് മണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ,
പീറ്റ് മണ്ണ്, പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. ഇനി ചിത്രം നോക്കുകയാണെങ്കിൽ അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തന്നെ മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. അമിതമായി രാസവള കീടനാശിനി ഉപയോഗിച്ചാൽ മണ്ണിന്റെ സ്വാഭാവിക ഗുണം നഷ്ടമാകും. മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയൊക്കെ നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെയാണ് അശാസ്ത്രീയ ഖനന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. കൃത്യമായ രീതിയിൽ മണ്ണിനെ പരിപാലിച്ചാൽ, കൃത്യമായ രീതിയിലുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയാൽ മണ്ണ് അതിൻ്റെതായ നന്മ സ്വഭാവം നമുക്ക് തിരിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ മണ്ണ് സംരക്ഷണത്തിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക. മണ്ണ് സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അത് ചില പ്രദേശങ്ങളെ അനുസരിച്ചാണ് എത്തരത്തിലാണ് മണ്ണ് സംരക്ഷണം വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുക. അതിന് ഉദാഹരണത്തിൽ ഒന്നാണ് കണ്ടൽ കാടുകൾ, രണ്ടാമത് കയർ ഭൂവസ്ത്രം എന്നത്, മൂന്നാമത് കല്ലു കയ്യാല, 4 തട്ട് കൃഷി. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ നമുക്ക് മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജലത്തോടൊപ്പമുള്ള ഒഴുക്ക് കുറച്ച് ജലത്തിനെ കുറച്ചായിട്ട് അവിടെ സേവ് ചെയ്ത് വെച്ച് കൃഷി കുറച്ചുകൂടെ നന്നാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് കല്ലു കയ്യാലയുടെ പ്രവർത്തനവും കയർ ഭൂവസ്ത്രത്തിന്റെ പ്രവർത്തനവും. അപ്പോൾ പിക്ചറിൽ നിന്ന് നമുക്ക് കുറെ മനസ്സിലായി. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ഓക്കെ, SCRTയിലെ എല്ലാ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇവിടെ നമുക്ക് മണ്ണിന്റെ പേരുകളാണ് തന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി ഇവയ്ക്ക് വേണ്ടി പഠിക്കാം. ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്. നനയുമ്പോൾ പശിമയുള്ളതും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യമുള്ളതുമായി പ്രകടമാക്കുന്ന ഒരു മണ്ണാണിത്. ഈ മണ്ണിന് അമ്ലഗുണമാണ് കൂടുതലായിട്ടുള്ളത്. അമ്ലഗുണം കൂടുതലുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ്. കുമ്മായം ചേർത്താണ് ഈ മണ്ണിൽ കൃഷി ചെയ്യേണ്ടത്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക ഇവയൊക്കെ നട്ടുവളർത്താനായിട്ട് സഹായകമായിട്ടുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ്. ഇനി ചെമ്മണ്ണ്, റെഡ് സോയിൽ. കേരളത്തിലെ തിരുവനന്തപുരം അതുപോലെ നെയ്യാറ്റിൻകര പ്രദേശങ്ങളിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ് ചുവപ്പ് നിറത്തിൽ ഇത് കാണുന്നത്. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറി ഇവയൊക്കെ തന്നെ ചെമ്മണ്ണിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി എക്കൽ മണ്ണ്, അല്ലൂവിയൽ സോയിൽ. അല്ലൂവിയൽ സോയിൽ നദീതീരങ്ങളിലാണ് കാണപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിഞ്ഞുകൂടുന്നതിനാൽ വളക്കൂറ് കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. വേമ്പനാട്ട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. നല്ല ഫലഭൂയിഷ്ഠയുള്ള മണ്ണാണ്. ഇതിൽ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി ഇവയൊക്കെ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി ഫോറസ്റ്റ് മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% വരുന്നത് വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുള്ള മണ്ണാണ് വനമണ്ണ്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, ഇനി ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ട് കീറുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി അല്ലെങ്കിൽ അനുയോജ്യമായ വിളകൾ എന്ന് പറയുന്നത് പരുത്തിയാണ്, പിന്നീട് കരിമ്പ്, നിലക്കടല. ഇനി പീറ്റ് സോയിലാണ്, പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണ് കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. ഇത് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. ഓക്കെ, അപ്പം മണ്ണിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു, മണ്ണിനെ നന്നാക്കാനുള്ളതും കണ്ടു. ഈ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് വനവൽക്കരണം എന്നത്. വനവൽക്കരണം മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഓക്കെ, കേരളത്തിന്റെ ജലസ്രോതസ്സുകൾ അടുത്തതാണ്. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം.
ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഴ, നീരുറവുകൾ, നദികൾ, കായലുകൾ, കുളങ്ങൾ, കിണറുകൾ ഇവയെല്ലാം തന്നെ ജലത്തിന്റെ സ്രോതസ്സുകളാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉദ്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകും എങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകും. ഹിമാലയൻ നദികളെ പോലെ നമുക്ക് മഞ്ഞിൽ നിന്നും മഴയിൽ നിന്നും ജലം ലഭിക്കാത്തതുകൊണ്ടാണ് മിക്കവാറും ഇങ്ങനെ സംഭവിക്കുന്നത്. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. അപ്പം മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ ഇവയെല്ലാം തന്നെ ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങളാണ്. ഇനി ഈ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യങ്ങളാണ് പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. മാലിന്യങ്ങളുടെ പുറന്തള്ളൽ, അമിതമായിട്ടുള്ള മാലിന്യങ്ങളുടെ പുറന്തള്ളൽ നമ്മുടെ ജലത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ മലിനജലങ്ങളുടെ പുറന്തള്ളലും നദികളിലേക്ക് പോലുള്ള സ്രോതസ്സുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. പദ്ധതി ഒന്നാമത്തേത് ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ്. അത് നിർവഹിക്കുന്നത് ഹരിത കേരളം മിഷനാണ്. ഹരിത കേരളം മിഷൻ. മാലിന്യമുക്തം നവകേരളം പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേത് തന്നെയാണ് തെളിനീരൊഴുകും നവകേരളം എന്നത്. 2 നവകേരളം പദ്ധതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ട്. 4 പദ്ധതികളാണ്. ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ജൽ ജീവൻ മിഷൻ. കൂടെ ചോദിച്ചോട്ടെ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകം ആരെഴുതിയതായിരുന്നു? PK ബാലകൃഷ്ണനാണ് കേട്ടോ. മലയാളത്തിൽ ചോദിക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവയൊക്കെ നേടിയിട്ടുള്ള കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, കണക്റ്റഡ് അല്ല, ഈ വേർഡിനുമായിട്ട് പ്രാസം തോന്നിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കേരളത്തിൻ്റെ വിളവൈവിധ്യം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തും ഓരോ തരം വിളകളാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഞാറുനടിയിൽ കാണാൻ പറ്റുന്നുണ്ട്, റബ്ബർ കൃഷി കാണാം, തെങ്ങ് കൃഷി കാണാം, അതുപോലെ തേയില കൃഷിയും കാണാൻ പറ്റും. നെൽകൃഷി പ്രധാനമായും സമതല പ്രദേശങ്ങളിലും അതുപോലെ താഴ്ന്ന ഭൂമിയിലും തീരപ്രദേശങ്ങളിലും കൃഷി ചെയ്ത് വരാറുണ്ട്. റബ്ബർ കൃഷിയാണെങ്കിൽ ഇടനാട് പ്രദേശത്തും അതുപോലെ തന്നെ മലനാട് പ്രദേശത്തും പർവ്വത ഭാഗങ്ങളിലും കൃഷി ചെയ്ത് കാണാറുണ്ട്. ഇനി തെങ്ങ് കൃഷിയിലേക്ക് വരുമ്പോൾ തെങ്ങ് കൃഷി ഇടനാട്ടിലാണ് കൂടുതലായും കാണുന്നത്, തീരപ്രദേശങ്ങളിലും കാണാറുണ്ട്. ചായ കൃഷിയാണെങ്കിൽ ചായത്തോട്ടങ്ങളൊക്കെ കൂടുതലായും നമ്മൾ കണ്ടിട്ടുള്ളത് മലനിരകളിലായിരിക്കും, അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലും ആയിരിക്കും. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളത് കണ്ടതാണ്. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും ഒക്കെ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഉയർന്ന പ്രദേശമാണ്, മലനിരകളുള്ള ഭാഗമാണ്, അവിടെ തേയില കൂടുതലായും കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമായും കാണുന്നു. നമ്മൾ പറഞ്ഞു നെൽകൃഷി കൂടുതലായും സമതല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ താഴ്ന്ന ഭൂമിയിലായിരിക്കും കൃഷി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമായി കാണുന്നു. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു.
സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ, ശരിക്കും പറഞ്ഞ വയനാട് ജില്ലയിലൊക്കെ തന്നെ തേയില, ഏലം, കാപ്പി, കുരുമുളക് ഇവയൊക്കെ ധാരാളമായി കാണുന്നുണ്ട്. അതിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ കാരണം, തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി ഇവയൊക്കെ മലനാട് മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക കൃഷി രീതികൾ കൂടുതൽ നന്നായി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ പോയിന്റ് നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തെങ്ങ് തടവെടുത്ത് നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഉപ്പ് നമ്മൾ തെങ്ങിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം അത് സ്വാഭാവികമായി ലഭിക്കുന്ന മണ്ണില്, ഉപ്പ് രസമുള്ള മണ്ണില് ഉറപ്പായിട്ടും തെങ്ങ് കൃഷി സമൃദ്ധമായി തന്നെ വളരുന്നതായിരിക്കും. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം 3 തരത്തിലുള്ള സവിശേഷതകൾ നമ്മൾ കണ്ടു. കേരളത്തിന്റെ ഭൂമി ശാസ്ത്ര സവിശേഷതകൾ 3 തരത്തിൽ കണ്ടു. അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായി നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള 3 തരം വിഭവങ്ങളും അല്ലെങ്കിൽ കൃഷി രീതികളും വിളകൾ നമ്മൾ കണ്ടു. ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ഒത്തുചേർന്ന് ഉണ്ടാവേണ്ടത്? അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, 1 അനുകൂല ഭൂപ്രകൃതി ഉണ്ടാവണം, 2 വളക്കൂറുള്ള മണ്ണുണ്ടാവണം, 3 ജലസേചന സൗകര്യം ഉണ്ടാകണം, 4 അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് ആധുനിക സാങ്കേതിക വിദ്യ, അതൊരു കാരണമാണ്, അതും കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. അതുപോലെ കേരളത്തിലെ പല ആഘോഷങ്ങൾക്കും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് വിളവെടുപ്പ് ഉത്സവങ്ങൾ. ഓണം വിളവെടുപ്പ് ഉത്സവമാണ്. വിഷു, പൊങ്കൽ, നിറപുത്തരി ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെയുള്ള മറ്റ് ആഘോഷങ്ങളാണ് ഈ വള്ളംകളി, കാളപൂട്ട്, അതായത് മരമടി പോലത്തെ ഉത്സവങ്ങൾ. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ കണ്ടല്ലോ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? അല്ല. തീരപ്രദേശത്ത് മറ്റു തരത്തിലായിരിക്കും, ഓരോ പ്രദേശങ്ങളിലും ഓരോ തരത്തിലായിരിക്കും. കൃഷി അല്ലാതെ മറ്റു തൊഴിലുകൾ എന്തൊക്കെയാണ്? താറാവ് വളർത്തൽ പറയാം, മീൻപിടുത്തം, തേൻ ശേഖരണം, കയർ വ്യവസായം, ഇതെല്ലാം ഉദാഹരണങ്ങളായിട്ട് പറയാവുന്നതാണ്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യവിഭവ ശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുവിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണമാണ്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുവിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ നോക്കാം. തൊഴിലും ഭൂപ്രകൃതിയും. ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങൾ വരുന്നത്. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒന്നാമത് എന്താണ്? മൺപാത്ര നിർമ്മാണമാണ്. മൺപാത്ര നിർമ്മാണം. രണ്ടാമത് നെൽകൃഷിയാണ്. മൂന്നാമത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരാളെയാണ് കാണുന്നത്. ഇതാണ് തൊണ്ട് തല്ലൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് തേയില നുള്ളുന്നു, അതുപോലെ മീൻപിടുത്തവുമാണ് കാണാൻ പറ്റുന്നത്. തേയില തോട്ടം, അതുപോലെ റബ്ബർ കൃഷി, റബ്ബർ ടാപ്പിംഗ് ഒക്കെ മലനാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാടിന്റെ തൊഴിൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്.
റബ്ബർ ടാപ്പിംഗ് ഇടനാട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റബ്ബർ ടാപ്പിംഗ്, അതുപോലെ മൺകല നിർമ്മാണം, നെൽകൃഷി, ഇവയൊക്കെ ഇടനാട്ടിൽ കാണാൻ കഴിയുന്ന കാർഷിക രീതികളാണ്. ഇനി തീരപ്രദേശത്ത് നോക്കുകയാണെങ്കിലാണ് നെൽകൃഷി സ്വാഭാവികമായിട്ടും ഉൾപ്പെടും, മീൻപിടുത്തം എന്തായാലും വരും. അതുപോലെ കായൽ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ തൊണ്ട് തല്ലൽ എന്ന് പറയുന്നത്. അത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തൊണ്ട് തല്ലൽ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തൊഴിലാണ്. ഇപ്പൊ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ ഭൂപ്രകൃതി വിഭാഗത്തെ അനുസരിച്ച് തൊഴിലിനെ വ്യത്യസ്തമാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. മലനാട്ടിലെ തൊഴിലുകൾ എന്തൊക്കെയാണ്? തേയില, റബ്ബർ, കാപ്പി തുടങ്ങിയവയൊക്കെ മലനാട്ടിലാണ്. റബ്ബർ ടാപ്പിംഗ്, തേയിലത്തോട്ടം, ഇതൊക്കെ മലനാട്ടിൽ വരുന്നതാണ്. ഇടനാട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? തെങ്ങ് കൃഷി വരുന്നുണ്ട്, നെൽകൃഷി വരുന്നുണ്ട്, അതുപോലെ റബ്ബർ കൃഷി വരുന്നുണ്ട്. ഇതെല്ലാം ഇടനാട്ടിൽ വരുന്നതാണ്. തീരപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ മത്സ്യബന്ധനമാണ് പ്രധാനമായിട്ടും വരുന്നത്. നെൽകൃഷി വരുന്നുണ്ട്, തെങ്ങ് കൃഷിയും തീരപ്രദേശത്ത് വരുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു ഫെയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും എന്ന ഭാഗമാണ്. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള പ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്തിടെ തന്നെ ധാരാളം അങ്ങനത്തെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇടത്തെ ഭാഗത്തെ ഈ പിക്ചറിൽ ഫ്ലഡ് അല്ലെങ്കിൽ പ്രളയമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തേത് വലത്തെ ഭാഗത്തുള്ളത് മണ്ണിടിച്ചിലാണ്. ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലാണ്, ലാൻഡ് സ്ലൈഡ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, ഇപ്പൊ പറഞ്ഞ പോലെ പ്രളയം, മണ്ണിടിച്ചിൽ, സുനാമി, ഉരുൾപൊട്ടൽ, ഭൂമി ഉലുക്കം, ഇവയെല്ലാം തന്നെ മണ്ണിനും ജീവനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങളാണ്. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ഡെഫിനിഷനാണ്, നോക്കി വെക്കുക കേട്ടോ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. 2004 സുനാമി മാത്രമല്ല, 2018 മഹാപ്രളയവും നമ്മുടെ സമീപകാലത്തുണ്ടായ ദുരന്തങ്ങളാണ്. ഒട്ടനവധി ജീവനാണ് അതിൽ പൊലിഞ്ഞത്. ഇനി കുറച്ച് പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019, പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. നമ്മളിതെല്ലാം ന്യൂസിലൂടെ കണ്ടറിഞ്ഞതാണ്, അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ എത്രത്തോളം ഭീകരമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കവളപ്പാറ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വർഷവും കൂടെ നോട്ട് ചെയ്യേണ്ടതാണ്. കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് കവളപ്പാറ. അതുപോലെ പെട്ടിമുടി എവിടെയാണ്? 2020 ഉരുൾപൊട്ടലിന് കാരണമായ പെട്ടിമുടി എന്ന സ്ഥലം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ്. ഇത് കൂടാതെ 2019 പുത്തുമല എവിടെയാന്ന് ചോദിച്ചു കാണാം. അത് വയനാട് ജില്ലയിലാണ്. മുണ്ടക്കൈ ചൂരൽമലയും വയനാട് ജില്ലയിലാണ്. പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല ഇത് വയനാട് ജില്ലയിലാണ്. പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ കവളപ്പാറ മലപ്പുറം ജില്ലയിലുമാണ്. ഓക്കെ. ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും. 2018 പ്രളയം കേരളം എങ്ങനെയാണ് നേരിട്ടത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് വാർത്താ തലക്കെട്ടുകളാണ് തന്നിട്ടുള്ളത്. നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം, ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി, പ്രളയബാധിതർ വീടുകളിലേക്ക്, ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ,
കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ. ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾക്കായിട്ട് കേരളം ഒന്നിച്ചു നിന്നതിനുള്ള ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. നമ്മളെല്ലാവരും നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം എന്നിങ്ങനെ 3 തരത്തിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക എന്നതാണ്. അതുപോലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇനി ദുരന്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കി വെക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുകയും ചെയ്യുക. ഇനി ദുരന്താനന്തര പ്രവർത്തനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായാലും അതിനുശേഷവുമുള്ള പ്രവർത്തനങ്ങൾ ഒന്നായി നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട് സാധിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള നടപടികൾ. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. ഇപ്പം നമ്മൾ കണ്ടു, ഒത്തൊരുമിച്ച് നിന്നാൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള നടപടികൾ നടത്തണമെങ്കിൽ നമ്മുടെ മുകളിലത്തെ തട്ടിൽ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കണം. അതിനുള്ള ഉദാഹരണങ്ങളാണ്: 1. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വേണമെങ്കിൽ PSC ചോദിക്കാം, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇത് ഉൾപ്പെടില്ല എന്ന രീതിയിലുള്ളൊരു അസംഷൻ എടുക്കുന്നതിനേക്കാളും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കണ്ടത്. ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം പഠിക്കാനുള്ള പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെറിയ ക്ലാസ് ആണ് എങ്കിലും അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.